നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ കൃത്യമായി പണം കയ്യിൽ വന്നു പക്ഷെ അത് ചെലവായി കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിന് കാരണമായ ഒരു ഊർജമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമ്പത്തിനെ പുഷ്ടിപ്പെടുത്തുക ഇല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്ന ഊർജം നമുക്ക് നൽകുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ്. അതായത് നമ്മുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ്. കേരളത്തിൽ ഇതിനെ കന്നിമൂല എന്ന് പറയും, വാസ്തുശാസ്ത്രം ഇതിനെ നിരുതി കോൺ എന്ന് പറയും. ഈ നിരുതി കോണിൽ ഉണ്ടാവുന്ന ഊർജ വ്യതിയാനങ്ങൾ നമ്മുടെ ഈ ശേഖരിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഊർജത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പൊ കന്നിമൂലയിൽ ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്ര തന്നെ സമ്പത്ത് വന്നാലും അത് നമ്മുടെ കൈകളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ടാക്കും. അപ്പൊ അത് എത്ര തന്നെ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി സൂക്ഷിച്ചാൽ പോലും നമ്മൾ പോലും അറിയാതെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ശരിയാക്കിയാൽ ഒരു പ്രതിവിധി കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. അപ്പോ വീടിന്റെ വടക്ക് ഭാഗം, വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം, വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, ഈ 3 ഭാഗങ്ങളും ഈ 3 ദിശകളും സ്വസ്ഥമാക്കുക, വാസ്തുശാസ്ത്രപരമായ രീതിയിൽ തന്നെ ക്രമീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതിങ്ങനെ ക്രമീകരിച്ചാൽ, ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ക്രമീകരിച്ചാൽ ഉറപ്പാണ് പ്രകൃതിയാൽ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് വന്ന് നിറയുകയും നിങ്ങൾ പതിയെ പതിയെ സമ്പന്നതയിലേക്ക് നീങ്ങുകയും ചെയ്യും. അത് സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. സമ്പത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പണത്തിന്റെ സമൃദ്ധി അത് തന്നെയാണ്. അപ്പൊ വടക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഇത് നിർബന്ധമായും സ്വസ്ഥമാക്കേണ്ടതാണ്, വാസ്തുപരമായി തന്നെ ക്രമീകരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.